ഹലോ ഹായ് ഡിയേഴ്സ്, എങ്ങനെയുണ്ട് ഈ സ്ഥലം? പൊളിയല്ലേ? ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ചിറയൻകീഴിനടുത്തുള്ള മുതലപ്പുഴയാണ്. മുതലപ്പുഴി പെരുമാതുറ എന്നും അറിയപ്പെടും. അപ്പോൾ ഇതൊരു പൊഴിയാണ്, കടലും കായലും ചേരുന്ന സ്ഥലമാണ്. വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, കാരണം ഇവിടെ എന്നും എന്തെങ്കിലുമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും അതിൻ്റെ ഭംഗി കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ പകുതി വഴി വന്നിട്ട് നമ്മൾ നിർത്തി അവിടെയൊക്കെ മണലൊക്കെ ഒരുപാട് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ പ്രോജക്റ്റൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ട് അങ്ങോട്ടൊന്നും നമ്മളധികം പോയില്ല. ഈ വെയിലൊന്ന് എവിടെയെങ്കിലും ഒരു തണലുണ്ടോ എന്ന് നോക്കി നമ്മൾ കുറേ നേരം അവിടെ മൊത്തം ഒന്ന് കറങ്ങി. കാരണം നല്ല വെയിലായിരുന്നു. അപ്പം കൊച്ചുങ്ങളെയും കൊണ്ട് വെയിലത്ത് ഇറങ്ങി നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് കുറേ നേരം അവിടെയൊക്കെ നോക്കി. പക്ഷേ അവിടെ ഒരു തണലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫിഷിങ്ങും പിന്നെ മീൻ എടുക്കാൻ വരുന്ന വണ്ടികളും ഒക്കെ ആയിട്ട് നല്ല തിരക്കുള്ള സമയമായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്ക്. പക്ഷേ എങ്കിലും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കുറേ നേരം എവിടെയെങ്കിലും ഒരു തണൽ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ നേരെ നമ്മൾ വീണ്ടും ആ പാലത്തിൽ കയറി വീണ്ടും അപ്പുറത്തെ സൈഡിൽ പോയി. അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തണൽ എനിക്ക് തോന്നി. പക്ഷേ അവിടെ ചെന്നപ്പോഴും അവിടെയും നല്ല വെയിലായിരുന്നു. പക്ഷേ ഇനി വെയിൽ കൊള്ളാതെ കാര്യമില്ല, കാരണം നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പുറ സൈഡ്. ആ മണൽ വാരി ഇട്ടേക്കുന്ന, അതായത് ആ കായലാണെന്ന് തോന്നുന്നു, അത് കടലാണോ എന്ന് എനിക്കറിയില്ല. അതിനപ്പുറം സൈഡുള്ള മണൽ വാരിയിട്ട സ്ഥലത്തായിരുന്നു ആദ്യം നമ്മൾ പോയി നിന്നത്. പിന്നെ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല പച്ചപ്പൊക്കെയാണ്, പക്ഷേ ഇതിനേക്കാളും മണലും ഒക്കെ നല്ല രീതിയിൽ ഉയർന്ന പ്രദേശമായിരുന്നു. പക്ഷെ അത് നിറയെ ഇലകളും ഒരു തരം നീല കളർ പൂവൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ചായിരുന്നു. അതിനുശേഷം മോനായ സമയത്തും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നല്ല ഉയരത്തിൽ മണ്ണും ഇതേപോലെ പുല്ല് നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചുകൂടെയൊക്കെ മണ്ണൊക്കെ താന്ന്, എനിക്ക് തോന്നണ മണ്ണ് എന്തെങ്കിലും പ്രോജക്റ്റിന് വേണ്ടി അവർ എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ അപ്പർ സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്ക് വെള്ളവും കണ്ട് കുറയുകയോ മാറുകയോ ചെയ്ത് അങ്ങനെ നടന്ന് നമുക്ക് അപ്പർ സൈഡ് പോവാമായിരുന്നു എന്ന് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും കണ്ടില്ല. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ പെയ്തു. അറിയാമല്ലോ, കടലിലാണല്ലോ ആദ്യം മഴ ഡയറക്റ്റായിട്ട് വീഴുന്നത്. എൻ്റെ അറിവാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഓടി മേളിലേക്ക് കയറി. പക്ഷെ അവിടെ ഒന്നും നനയാതെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലങ്ങളും മറ്റുള്ള ബീച്ച് പോലെ ഇവിടെ ഇല്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഒന്നും തന്നെ ഇവിടെ ഇല്ല. പക്ഷേ പൊതുവിൽ ഒതുങ്ങിയ ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു പാർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അധികം ആൾക്കാരൊന്നും വരാത്തത്. പിന്നെ അവിടെ നിന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് ചൂണ്ടയൊക്കെ ആയിട്ടാണ് ഹസ്ബൻഡ് വന്നത്. അപ്പോൾ ഒന്ന് ചൂണ്ടയിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ചൂണ്ടയിട്ടപ്പോൾ ഞാനും മോളും കൂടെ മഴ ആയതുകൊണ്ട് ആ പാലത്തിൻ്റെ അടിയിൽ വന്നു. അപ്പം വെയിലും മഴയും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ സൺഡേ ഒക്കെ ആകുമ്പോൾ ഫാമിലിയായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ.